എന്താ? ഞാൻ ആരാണെന്ന് സാറിന് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ സാറിനെ ഞാൻ മറന്നിട്ടില്ല. ഞാനാണ് റീന. പണത്തിനു വേണ്ടി ഒരു പാവത്തിനെ തല്ലിച്ചതച്ച് വഴങ്ങില്ലെന്ന് കണ്ടപ്പോ എന്നെ രക്ഷിക്കാനെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് അതിന്റെ ജീവിതം തന്നെ നശിപ്പിച്ചില്ലേ? ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് ചോദിക്കാൻ ആരുമില്ല എന്നുള്ള ധൈര്യം കൊണ്ടല്ലേ സാർ ഇതൊക്കെ ചെയ്തത്? പാവങ്ങളെ പറഞ്ഞു ചതിക്കുന്നവന്മാർക്കെതിരെ പൊരുതിയ ഒരപ്പന്റെ ചോര പിറന്നവളാ ഞാൻ. ചെയ്യാത്ത കുറ്റത്തിന് ആ പാവത്തിന് താൻ ശിക്ഷ വാങ്ങിക്കൊടുത്തു. പക്ഷെ ചെയ്ത കുറ്റത്തിന് തനിക്കാരെങ്കിലും ശിക്ഷ തരണ്ടേ? അത് തരാനാ ഞാൻ വന്നത്. വേഗം പിടിക്കണം. ആ ചാനലുകാരോടൊക്കെ കവർ ചെയ്യാതെ മാറാൻ പറയാൻ പറ്റും. മാറി പ്രൊഡ്യൂസ് ചെയ്യാം. അല്ല, നിങ്ങൾ തന്നെ ചതക്കരുത്. ഇൻ കേസ് 96/9 നിയമം കാത്തുരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള പോലീസ് അധികാരി തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നിരപരാധിയെ കടുത്ത ശിക്ഷയ്ക്ക് അർഹനാക്കിയതിൽ മനസ്സ് നൊന്ത് സഹനശക്തി നഷ്ടപ്പെട്ട് ചെയ്തതാണ് കൃത്യമെങ്കിലും പ്രതി നടത്തിയ പ്രതികാര നടപടി കരുതിക്കൂട്ടി ചെയ്ത കുറ്റകൃത്യമായതുകൊണ്ട് മാപ്പ് അർഹിക്കുന്നില്ല. ആയതിനാൽ IPC 307 വകുപ്പ് പ്രകാരം 7 വർഷം കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി നിയമത്തിന് വിധേയനാക്കുവാനും നിരപരാധിയായ ബെന്നിയെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും കോടതി ഉത്തരവിടുന്നു. റീന, നിനക്ക് ഞാനുണ്ട്. എത്ര കൊല്ലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. നിന്റെ സ്നേഹം മാത്രം മതി എനിക്ക്. മതി മതി. റീന, ഞാൻ വരും നിന്നെ കാണാൻ. ഇനിയും ഞാൻ വരും.